السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഒരുപാട് ദിവസമായി ഞാൻ യൂട്യൂബിലൂടെ വരാത്തത് ഫോൺ ബ്ലോക്ക് ആയതുകൊണ്ടാണ്, തകരാറുള്ളത് കൊണ്ടാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. പരിശുദ്ധ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണല്ലോ. അപ്പോൾ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്യൽ, പതിവാക്കൽ സുന്നത്തുകളുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പതിവാക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെ സൂറത്തുൽ ഫജ്ർ പതിവാക്കൽ സുന്നത്തുള്ള കാര്യമാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്തുൽ ഫജ്ർ പതിവാക്കൽ വളരെ സുന്നത്തുണ്ട്. 1 മുതൽ 10 വരെ നാം എന്താക്കാം? വൽ ഫജ്രി വലയാലിൻ അശ്ർ പറയൽ സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ദുൽഹിജ്ജ 1 മുതൽ നമ്മുടെ ആട്, മാട്, ഒട്ടകമൊക്കെ കാണുമല്ലോ. അപ്പം അതിനൊക്കെ കാണുമ്പോൾ, മൃഗത്തെ കാണുമ്പോൾ തക്ബീർ ചെല്ലുക എന്നുള്ളത്, തക്ബീർ ചെല്ലൽ എന്താണ്? സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന തക്ബീർ. ഏതെങ്കിലും നടന്നു പോകുമ്പോൾ മൃഗങ്ങളെ കാണും, അല്ലെങ്കിൽ ആട് കാണും. കോഴിയെ കാണുമ്പോഴല്ല, ആട്, മാട്, ഒട്ടകം കാണുമ്പോൾ. കോഴിനെ കാണുമ്പോൾ ഒന്നും തക്ബീർ അടിക്കൽ സുന്നത്ത് അല്ല. നമ്മൾ അറക്കുന്ന ആട്, മാടുണ്ടാവും. ആട്, മാട്, ഒട്ടകം കാണുമ്പോഴൊക്കെ അതിനെ കാണുമ്പോൾ തക്ബീർ പറയൽ എന്തുണ്ട്? സുന്നത്തുള്ള കാര്യമാണ്. യഖൂൽ അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. ഫഖദ് മറത്ത വാഹിദ്, ഒറ്റ പ്രാവശ്യം അൽ മുഅത്തമദായ പ്രകാരം അല്ലാഹു അക്ബർ എന്ന് കാണുമ്പോൾ പറയൽ എന്നുണ്ട്, സുന്നത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആട്, മാട്, ഒട്ടകം കാണുമ്പോഴൊക്കെ തക്ബീർ പറയൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളല്ലേ ദുൽഹിജ്ജ മാസങ്ങളിലൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ മാസത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് അതൊക്കെ. നമ്മൾ വെറുതെ നടന്നു പോകുമ്പോൾ തന്നെ എത്ര ആടുകൾ കാണും, എത്ര പശുക്കളെ കാണും. ഒട്ടകം വളരെ അപൂർവമാണ്. നമ്മളെ ഇന്ത്യ രാജ്യത്ത് ഒട്ടകം കാണൽ കുറവാണ്. ഗൾഫ് രാഷ്ട്രങ്ങളിലാണെങ്കിൽ കൂടുതൽ അത് തന്നെയാണ് കാണൽ. ഏതാവട്ടെ, അങ്ങനെയുള്ള കാണുന്ന ആ മൃഗത്തെ കാണുമ്പോൾ തക്ബീർ പറയൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. അതുപോലെ തന്നെയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു തിസ്അദിൽ ഹിജ്ജ, ആദ്യത്തെ 9 ദിവസം, ദുൽഹിജ്ജ 9 ദിവസം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുമായിരുന്നു. അപ്പോൾ നോമ്പ് നോക്കലും സുന്നത്തുണ്ട്. അതുപോലെ തന്നെയാണ് ദുൽഹിജ്ജ 9-ന്റെ ആ അറഫാ ദിവസം, ദുൽഹിജ്ജ 9 അറഫാ ദിവസം നമ്മൾക്കെല്ലാവർക്കും നോമ്പ് നോക്കൽ വളരെ സുന്നത്തുള്ള കാര്യമാണ്. ആ നോമ്പ് നോക്കുമ്പോൾ ആർക്കാണ്? യൗമ അറഫ ലിഗൈരി ഹാജി, അവിടെ ഹജ്ജിന് പോയ ആളുകൾക്ക് സുന്നത്തില്ല. അവർക്കല്ലാതെ നമുക്കെല്ലാവർക്കും ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് നോക്കൽ വളരെ പ്രത്യേകമായ സുന്നത്തുകൾ ഉണ്ട്. ഹാജിമാർക്കില്ല. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഹാജിമാർക്ക് സുന്നത്തില്ല. ഇസ്തിഹാബു മുതഅഖിദ് ലഹു സൗം യൗമ അറഫ ലിഗൈരി ഹാജിമാർക്ക് എന്തില്ല? സുന്നത്തില്ല. അപ്പം ഹജ്ജ് ചെയ്യുന്നവർക്കല്ല സുന്നത്ത് നോമ്പ് നോക്കൽ. ആർക്കാണ്? ഹാജ് ചെയ്യാത്ത, ഹജ്ജിന് പോകാത്ത നമുക്കൊക്കെ എന്താണ്? ദുൽഹിജ്ജ 9-ന്റെ അറഫാ ദിവസം നമുക്ക് നോമ്പ് നോക്കൽ വളരെ സുന്നത്തുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള നോമ്പാണ്. ഇത് നോക്കുക എന്നെ വേണം. ഇതൊക്കെ നമ്മുടെ ചരിത്രം, നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ, ഒരുപാട് ഫിഖ് മസ്അലയിലൂടെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ദുൽഹിജ്ജ മാസം വരുമ്പോൾ സൂറത്തുൽ ഫജ്ർ ഓതാൻ കഴിയണം. 1 മുതൽ 10 വരെ ചെല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും ചെല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് പതിവാക്കൽ എന്താണ്? സൂറത്തുൽ ഫജ്ർ ഒക്കെ പതിവാക്കൽ ദുൽഹിജ്ജ 9 വരെ സുന്നത്തുണ്ട്. ഇരിക്കട്ടെ, അതിലേക്ക് കടക്കല്ല. അതുപോലെ തന്നെയാണ് ഈ ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ, ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെ നമ്മൾ ആക്യങ്ങൾ സദക്ക ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. സദക്ക ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ആരെ കാണുമ്പോൾ സദക്ക ചെയ്യുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ആരെങ്കിലും പാവങ്ങളെ കാണുമ്പോൾ, അല്ലാത്തവർക്ക് കാണുമ്പോൾ സദക്ക ചെയ്യാൻ ഏറ്റവും സുന്നത്തുള്ള കാര്യമാണ്. അത് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ഒളിയത്തറക്കുന്ന മൃഗങ്ങളുണ്ടാകും. ആ ഒളിയത്തറക്കുന്ന മൃഗങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ. എന്നാൽ ഒളിയത്ത് ഉദ്ദേശിച്ച് അതിനെ അറക്കുന്ന ആളുകൾ എന്താക്കാൻ പാടില്ല. ഇപ്പം നമ്മളൊരു ആടോ അല്ലെങ്കിൽ പശു നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മൃഗത്തെ അറക്കുന്നത് വരെ, അതായത് ദുൽഹിജ്ജ പെരുന്നാളിന് ശേഷമാണല്ലോ അറിവ്,
അപ്പം അതിന് ശേഷം അറക്കുന്നത് വരെ, ആ മൃഗത്തെ അറക്കുന്നവരെ നമ്മളെ കയ്യിലുള്ള നഖങ്ങളോ മുടികളോ അതുപോലെ വേറൊന്നും ഉണ്ടാക്കാൻ പാടില്ല, നീക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഉസ്താദേ മുടി ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ പല്ല് വേദന വന്നാൽ നിൽക്കാൻ പോലും കഴിയുന്നില്ല, പല്ല് വേദനയാണ്, പിന്നെ പറക്കണമല്ലോ, എന്താ ചെയ്യാൻ? അവിടെ എന്ത് പ്രശ്നം വരുന്നില്ല. അങ്ങനെ നിർബന്ധ ഘട്ടത്തിൽ പല്ല് വേദന വന്ന് അത് പറക്കന്നെ ഓടും, എന്നാൽ അവിടെ കറാത്തൊന്നുമില്ല. അല്ലാതെ പക്ഷം ഈ മുടി അതുപോലെ നഖം ഇതൊക്കെ നീക്കൽ എന്നാൽ നീക്കാതിരിക്കലാണ് സുന്നത്ത്. നീക്കൽ കറാത്താണ്. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ തരണം ചെയ്യുമെന്ന് കണ്ടാൽ അവിടെ എന്തില്ല, കറാത്തില്ല എന്ന് വ്യക്തമായി ഫിഖ് മസല പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ആകിയാൽ മൃഗത്തെ ഇറക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ ഈ നഖവും ഇതൊക്കെ നേരത്തെ തന്നെ എന്താക്കുക, ദുൽഹിജ്ജ് 1 മുതൽ തന്നെ, 1 മുമ്പ് തന്നെ എന്താക്കുക, ക്ലിയർ ആക്കി വെക്കുക. അറക്കുന്ന ആളുകൾ, അറക്കാത്ത ആളുകളെ പറ്റിയല്ല, അറക്കാത്ത ആളുകൾ എപ്പോഴും സുന്നത്താണല്ലോ. അറിവ് നടത്തുന്ന ആളുകൾക്ക് ഞാനൊരു ആടിനെ കൊണ്ടുവന്നാൽ അറക്കുന്ന, ഇപ്പം എൻ്റെ ആടല്ലേ, അപ്പം ഞാനാണ് എന്താക്കേണ്ടത്, മുടിയും നഖം ഇതൊക്കെ നീക്കാതിരിക്കൽ സുന്നത്ത്. നീക്കൽ കറാത്താണ്. നീക്കൽ ഇപ്പോൾ പല്ല് വേദന പോലത്തെ ഉദാഹരണം, പല്ല് വേദന ഉദാഹരണം പറയാണ്. ശക്തമായ പല്ല് വേദന വന്നാൽ അത് നീക്കേണ്ടതില്ലേ? നീക്കണം. അവിടെ കറാത്തില്ല. എങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ പെരുന്നാൾ തക്ബീർ ചെല്ലുക എന്നുള്ളത്, നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ സമയം, മഗ്‌രിബിൻ്റെ ആ സമയം ഉണ്ടല്ലോ, പെരുന്നാൾ ഇപ്പം നാളെയാണ് പെരുന്നാൾ നിസ്കാരമെങ്കിൽ ഇന്നത്തെ രാത്രി മഗ്‌രിബ് മുതൽ അയ്യാമത്തെ തശ്രീഖ് വരെ നമ്മളെല്ലാ നിസ്കാരത്തിൻ്റെ ഫർദ് നിസ്കാരത്തിന് ശേഷം അയ്യാമത്തെ തശ്രീഖ് അസ്ർ വരെ എല്ലാ നിസ്കാരത്തിന് ശേഷം നമ്മൾ തക്ബീർ പറയൽ എന്താണ്, സുന്നത്താണ്. തക്ബീർ എല്ലാം മുഖയ്യതാണ്. മുർസൽ മുഖയ്യദ് ഉണ്ട്. ഈ വരുന്ന ഹജ്ജ് ദുൽഹിജ്ജ് എന്താണ്, മുഖയ്യദായ തക്ബീറാണ്. ആ തക്ബീർ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചെല്ലുന്ന ദിക്റിന് മുമ്പായിട്ട് പറയൽ സുന്നത്തുണ്ട് എന്ന് ഫിഖിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ദുൽഹിജ്ജ് മാസത്തെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനപ്പെട്ട സുന്നത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഒരുപാടുണ്ട് പറയാൻ. അതൊന്നും ഇപ്പോൾ ഇതിൽ സമയമില്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്ന സമയം കൊണ്ട് പറയുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യേണ്ട ഒരുപാട് നല്ല നല്ല കർമ്മങ്ങളാണ്, അത് സുന്നത്തുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹജ്ജിന് പോയ ഹാജിമാർക്ക് അല്ലാഹു തആല മഖ്ബൂൽ മബ്റൂമായ ഹജ്ജും ചെയ്ത് കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.